പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ശ്രീ ആരാധന ആരാധന ഹല്ലേലൂയ. ശ്രീ ആരാധന ദിവ്യകാരുണ്യമായി നമ്മുടെ ഇടയിലായിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ഇടയിലായിരുന്ന് നമ്മളെ ആശീർവദിച്ച് വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കൊരു നിമിഷം ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ എളിമപ്പെടുത്താം. നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ സ്വസ്ഥാനങ്ങളിലായിരിക്കാം. സങ്കീർത്തകൻ പറയുന്നത് പോലെ ശാന്തമാകുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. നമ്മുടേതായ ജോലി തിരക്കുകളിലും മറ്റു ബഹളങ്ങളിലും ലോകത്തിൻ്റെതായ തിരക്കുകൾക്കൊക്കെ ഇടയിലും ദൈവം നമുക്ക് അനുവദിച്ചു തരുന്ന ഈ കരുണയുടെ തിരുമണിക്കൂറിൽ ദൈവസന്നിധിയിൽ നമുക്ക് ഈശോയുടെ കൂടെ ആയിരിക്കാം. സങ്കീർത്തകൻ പറയുന്നു, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. നമുക്കൊരു നിമിഷം ഈ കാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയിലേക്ക് നമുക്ക് നോക്കാം. നമ്മുടെ വേദനകളും പ്രയാസങ്ങളും പ്രാർത്ഥനകളും യാചനകളുമൊക്കെ നമുക്ക് തിരുസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം. ഈ കരുണയുടെ തിരുമണിക്കൂർ നമുക്ക് വലിയ കരുണയുടെ ഒരു അഭിഷേകം നിറഞ്ഞ ഒരു ജീവിതം നമുക്ക് ഒരുക്കുന്നതിനായി ഈശോ നമ്മളെ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ പ്രകാശമായ ഈശോ, കർത്താവേ, ഞങ്ങളുടെ വേദന നിറഞ്ഞ, ഞങ്ങളുടെ ആകുലതകളും അസ്വസ്ഥതകളും പ്രയാസങ്ങളും നിറഞ്ഞ ഈ ജീവിതത്തിലേക്ക് ലോകത്തിൻ്റെ തന്നെ പ്രകാശമായ നിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതങ്ങളെ പ്രകാശിപ്പിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ദിവ്യകാരുണ്യമായ ഈശോ, നമ്മളെല്ലാ ദിവസവും കുർബാനയിൽ സ്വീകരിക്കുന്ന ഈശോ ഈ നിമിഷം അൾത്താരയിൽ സന്നിഹിതനായിരിക്കും. നമുക്ക് ആ ഒരു അവബോധത്തിലായിരിക്കാം. ആരാണ് നമ്മുടെ ദൈവമെന്ന് വചനം പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോസ്തല മക്കാബായർക്ക് 2 മക്കാബായർ 8-ാം അധ്യായം 18-ാം തിരുവചനം. നമ്മുടെ ദൈവത്തെക്കുറിച്ച് വളരെ ശക്തമായ അഭിഷേകം നിറഞ്ഞ ഒരു വചനം 2 മക്കാബായർ 8:18 നമുക്ക് കാണാം. അവിടെ എങ്ങനെയാണ് ദൈവത്തെക്കുറിച്ച് പറഞ്ഞു വച്ചിരിക്കുന്നത്? നമ്മുടെ പ്രത്യാശയെക്കുറിച്ച് വളരെ വ്യക്തമായി വചനം പറയുന്നത് ഇങ്ങനെയാണ്: അവർ ആയുധത്തിലും സാഹസകൃത്യങ്ങളിലും ആശ്രയിക്കുന്നു. നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലീശരണം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. നമ്മുടെ പ്രത്യാശ സാധാരണ ഒരു വ്യക്തിയിലല്ല, സർവശക്തനായ ദൈവത്തിൽ പ്രത്യാശിക്കുന്ന ഒരു ആരാധനാ സമൂഹമാണ് നമ്മൾ. ഈ കരുണയുടെ കൂട്ടായ്മയിൽ കർത്താവ് നമ്മളെ ഇങ്ങനെ ഒരുമിച്ച് ചേർക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോയെ, ഞങ്ങളുടെ പ്രത്യാശ നിറഞ്ഞ ഒരു ജീവിതം ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ നമുക്ക് വചനത്തിൽ ബൈബിളിൽ 1-2 വ്യക്തികളെ വചനം പറയുന്നത് നമുക്ക് പരിചയപ്പെടാം. അവർ ദൈവത്തെ അറിഞ്ഞപ്പോൾ അവരുടെ മനോഭാവം എങ്ങനെയായിരുന്നുവെന്ന് നമുക്ക് കാണാം. അത് നമുക്ക് ലൂക്കായുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായം വചനം ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: പത്രോസ് ശിഷ്യന്മാരും അവർ വള്ളത്തിലായിരുന്നു. അവർ ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വചനശ്രവണം കഴിഞ്ഞപ്പോൾ ഈശോ അവരോട് പറഞ്ഞു, വലത്തേക്ക് നീക്കി വലയെറിയുക. ഈശോ പറഞ്ഞു. ഉടനെ പത്രോസ് പറയുകയാണ്, ഗുരു, രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു. ഒരു ജീവിതായുസ് മുഴുവൻ അധ്വാനിച്ചും വേദനിച്ചും കഴിയുന്നവർ, അവരുടെ അധ്വാനത്തിന് ഫലം കാണാതെ വിഷമിക്കുന്നവർ, കുടുംബത്തെ പ്രതി ആകുലപ്പെടുന്നവർ, കുടുംബജീവിതത്തിന് അസ്വസ്ഥത അനുഭവിക്കുന്നവർ, മക്കളെ പ്രതി ആകുലപ്പെടുന്നവർ,
ഒക്കെ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ടാവും. അവർക്ക് പറയാനുള്ളതും ഇത് തന്നെയായിരിക്കും. ഗുരു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. ഈശോ പറയുന്നത് ഇങ്ങനെയാണ്, നീ വലത്തേക്ക് നീട്ടി വലയെറിയുക. പത്രോസ് പറഞ്ഞു, ഗുരു, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. പത്രോസ് വലയിറക്കി. അവർക്ക് കിട്ടിയ മീനിൻ്റെ പെരുപ്പം കണ്ട് പത്രോസ് വിസ്മയിച്ചു എന്നാണ് വചനം പറയുന്നത്. ഇത് കഴിഞ്ഞപ്പോൾ പത്രോസ് കൂടെ നിന്നവനെ തിരിച്ചറിഞ്ഞുകൊണ്ട് പത്രോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. യേശുവിൻ്റെ കാൽക്കൽ വീണ് ഈ മീനിൻ്റെ പെരുപ്പം കണ്ടപ്പോഴാണ് പത്രോസിന് കൂടെ നിന്ന് വചനം പറഞ്ഞവൻ നിസ്സാരക്കാരനല്ലെന്ന ബോധ്യം അവനുണ്ടായത്. അവൻ പറയുകയാണ്, പത്രോസ് പറഞ്ഞു, യേശുവിൻ്റെ കാൽക്കൽ വീണുകൊണ്ടാണ് അവൻ പറഞ്ഞത്. അവൻ പറഞ്ഞു, എന്നിൽ നിന്ന് അകന്ന് പോകണമേ, ഞാൻ പാപിയാണ്. നമ്മൾ ഈ കരുണയുടെ ശുശ്രൂഷയിലൊക്കെ പങ്കെടുക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാം, എന്തിനാണ് കരുണയുടെ ശുശ്രൂഷയിൽ ഇങ്ങനെ നമ്മൾ പങ്കെടുക്കുന്നത്? കാരണം ഈ ഒരു ബോധ്യം നമുക്ക് കിട്ടിക്കഴിയുമ്പോഴാണ്, നമ്മുടെ ദൈവത്തിൻ്റെ മഹത്വം അറിയുമ്പോഴാണ് നമുക്ക് കരുണയുടെ ആവശ്യം. ഇപ്പം നമ്മൾ പാപിയാണെന്ന് പറഞ്ഞ് പത്രോസ് വിളിച്ച് പറയുന്നുണ്ട്. ഇതേ അനുഭവം തന്നെയാണ് യെശയ്യാ പ്രവാചകന് 6-ാം അധ്യായത്തിലുണ്ടായിരുന്നു. ലോകം മുഴുവൻ ഉള്ളവർക്ക് ദുരിതമെന്ന് പ്രഘോഷിച്ച ഒരു പ്രവാചകൻ. ദൈവത്തിൻ്റെ ദർശനമുണ്ടായപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഈശോയെ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുള്ളവർക്ക് ഇടയിൽ വസിക്കുന്നവനുമാണ്. അതുകൊണ്ട് തീക്കനലെടുത്ത് നാവിൽ വെച്ച് വിശുദ്ധീകരിക്കുന്ന സംഭവം നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. ഇത് ദൈവത്തിൻ്റെ മഹത്വം അറിഞ്ഞു കഴിയുമ്പോഴാണ് നമുക്ക് കരുണയുടെ ആവശ്യം നമുക്ക് മനസ്സിലാവുന്നത്. ഇതുപോലെ ഞാൻ വളരെ ശ്രദ്ധയോടെ കേൾക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. സിറോ മലബാർ സഭയിലെ കുർബാനയിൽ ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ ദിവസവും നമ്മൾ കുർബാന കൂടുന്നവരാണ്. അച്ഛന്മാർ കുർബാന അർപ്പിക്കുന്നതൊക്കെ നമുക്കറിയാം. അതിനകത്ത് അവർ പറയുന്ന ഒരു പ്രാർത്ഥന, കുർബാന സ്ഥാപക വചനങ്ങളൊക്കെ ഉച്ചരിച്ചതിന് ശേഷം സിറോ മലബാർ സഭയിൽ അച്ഛന്മാർ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ, അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു. പരിശുദ്ധ കുർബാനയൊക്കെ അർപ്പിക്കുമ്പോൾ ഒരു പുരോഹിതന് എത്രമാത്രം പ്രാർത്ഥനയിൽ ഒരുങ്ങി അദ്ദേഹം ജനങ്ങളോട് യാചിക്കുന്നു, ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ഞാൻ അയോഗ്യരാകുന്നു. അവിടെ കൊണ്ട് ആ പ്രാർത്ഥന തീരുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. മുന്നോട്ട് ഒരു സ്റ്റെപ്പും കൂടെ അച്ഛൻ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. ആ ഒരു ബോധ്യം നമുക്കുണ്ടോ? നമ്മൾ കുർബാന സ്വീകരിക്കാൻ പോകുമ്പോൾ പുരോഹിതൻ പറയുകയാണ്, ഞാൻ തീർത്തും അയോഗ്യനാകുന്നു. എങ്കിലും ഇവിടെയാണ് കരുണയുടെ വലിപ്പം അല്ലെ മഹത്വം നമുക്ക് വെളിപ്പെടുന്നത്. തുറന്ന ആ പ്രാർത്ഥന എങ്ങനെയാണ് പോകുന്നത്? എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവുമായ രഹസ്യങ്ങളെക്കുറിച്ച് അങ്ങയുടെ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കും. എങ്ങനെയാണ് നമ്മൾ കുർബാനയിലേക്ക് അടുക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായില്ലേ? സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവുമായ ഈ രഹസ്യങ്ങളിലേക്ക് ദൈവത്തിൻ്റെ കരുണയാണ് നമ്മളെ അടുപ്പിക്കുന്നതെന്ന് പുരോഹിതൻ നമ്മളോട് കൂടെ നിന്ന് പുരോഹിതൻ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ ഓരോ കുർബാന ബലിയർപ്പണവും നമ്മൾ നടത്തുന്നത്. അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് കൂടുതൽ കരുണയുള്ളവരാകാനും കരുണ സ്വീകരിക്കുവാനും നമുക്ക് ഈ നിമിഷം ഈ ആരാധനയിൽ നമുക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് വളരെ ഈശോയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ടാണ് സുവിശേഷ ഭാഗ്യങ്ങൾ നമ്മൾ 8 വായിക്കുമ്പോൾ അതിൽ പറയുന്നുണ്ട്, ശാന്തശീലർ ഭാഗ്യവാന്മാർ, ആത്മാവ് ദരിദ്രർ ഭാഗ്യവാന്മാർ, പലതും പറഞ്ഞിട്ടും പക്ഷെ കരുണയുടെ കാര്യം വരുമ്പോൾ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്നൊക്കെ പറയുമ്പോഴും കരുണയുടെ കാര്യം പറയുമ്പോൾ ഒരൊറ്റ കാര്യമാണ് ഈശോ അതിനകത്ത് വചനം പറയുന്നത്, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. അപ്പോൾ കരുണ കാണിക്കുന്ന ഒരു ഹൃദയം നമുക്കുണ്ടാവാൻ വേണ്ടി നമുക്ക് ഈ ആലോചനയിൽ ഈ ആരാധനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ലോകമെമ്പാടും ഇരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ ഈ ആരാധനയിലൂടെ സ്വീകരിക്കുന്ന കരുണ ലോകത്തിന് പകർന്നു നൽകാൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ ഒരു ഹൃദയവും മനസ്സും നമുക്കുണ്ടാവട്ടെ എന്ന് ഈ ആരാധനയിൽ നമുക്ക് വളരെ പ്രത്യേകം ഈശോയോട് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 36-ലും ഇത് തന്നെയാണ് വചനം പറയുന്നത്, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. അപ്പോൾ ആ കരുണയുള്ളവരാകാനാണ് സുവിശേഷം നമ്മളെ വിളിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളെ ദൈവം ആശീർവദിച്ച് വിശുദ്ധീകരിച്ച് വേറൊരു സമൂഹമാക്കി ഒരുക്കി ഈ ജനത്തിന് നൽകുന്നത്. അതുകൊണ്ടാണല്ലോ നമുക്ക് വിശുദ്ധ ഫൗസ്റ്റീനെ കുറിച്ച് നമുക്കറിയാം.
ഒരു സാധാരണ കന്യാസ്ത്രീ. അവർക്ക് ദൈവകരുണയുടെ മഹത്വം വെളിപ്പെട്ടപ്പോൾ, അവരത് പ്രഘോഷിക്കാൻ ഒരുങ്ങിയപ്പോൾ കരുണയുടെ അപ്പസ്തോല ആയി ആ വിശുദ്ധ മാറി. അതുപോലെ തന്നെ ഈ കരുണയുടെ ശുശ്രൂഷയുടെ ആരംഭകാലത്ത് ഇത് തുടങ്ങി അനീഷ് അച്ഛൻ, ഞാൻ അച്ഛൻ്റെ കല്ലറയിൽ പോയപ്പം വായിച്ച ഒരു വാക്യം ഇതാണ്: ഭൂമിയിലെ കരുണയുടെ മാലാഖ ഇനി സ്വർഗത്തിൽ വിശുദ്ധരോടൊപ്പം. കരുണ പ്രഘോഷിക്കാൻ ഒരുപാട് തീവ്രമായി ആഗ്രഹിച്ച ഒരു പുരോഹിതൻ, ആ പുരോഹിതൻ അത് ഈ ശുശ്രൂഷയിലൂടെ നിറവേറ്റിയപ്പോൾ അദ്ദേഹം മരണശേഷം അദ്ദേഹത്തെ വിശേഷിപ്പിച്ചതാണ് ഭൂമിയിലെ കരുണയുടെ മാലാഖ. നമ്മുടെയൊക്കെ ജീവിതം നമുക്ക് ആത്മശോധന ചെയ്ത് നോക്കാം. ഈ ഒരു ടൈറ്റിൽ മരണശേഷം, അതുകൊണ്ടാണ് പ്രഭാഷകൻ പറയുന്നത്, മരിക്കും മുമ്പ് ആരെയും ഭാഗ്യവാനെന്ന് വിളിക്കരുത്. മരണമാണ് നമ്മുടെ ജീവിതത്തെ അറിയുന്നത്, മരണത്തിലൂടെയാണ് നമ്മൾ ജീവിതത്തെ അറിയുന്നത്. അപ്പം അങ്ങനെ ആ അച്ഛൻ തുടങ്ങിയ ആ അച്ഛൻ്റെ കൂടെ ആദ്യകാലത്തൊക്കെ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ ദൈവം അനുവദിച്ചതിനെ നന്ദിയോടെ ഈ ആരാധനയിൽ ഞാൻ ഓർക്കുകയാണ്. അതുപോലെ അപ്പം ആ അച്ഛൻ തുടങ്ങിയ ആരാധന, ഈ ശുശ്രൂഷ ഇത്രമാത്രം അച്ഛന് ബഹുമതിയോടും ആരാധനയും ഒക്കെ ഈശോ നൽകിയപ്പോൾ ഈ ആരാധനയെ സ്വർഗം എത്രമാത്രം ആഗ്രഹിക്കുന്നു, ഈ ആരാധനയിലൂടെ ദൈവകരുണ എത്രമാത്രം പ്രഘോഷിക്കപ്പെടണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം അങ്ങനെയാണ് അച്ഛനെ ദൈവം അഡ്രസ്സ് ചെയ്തത്. അതുകൊണ്ട് നമുക്ക് ഈ നിമിഷം ലോകം മുഴുവൻ നമുക്കറിയാം തിന്മയുടേതായ ലോകമാണ്, പല അക്രമങ്ങളും അതിക്രമങ്ങളും ഒക്കെ ലോകത്ത് നടക്കുന്നുണ്ട്. അപ്പം ദൈവത്തിൻ്റെ കരുണയെ പ്രഘോഷിക്കാൻ നിരവധിയായ മക്കൾ അതിനായി കരുണയുടെ ഉപകരണമായി മാറട്ടെ എന്ന് നമുക്ക് ഈ ആരാധനയിൽ പ്രാർത്ഥിക്കാം. സഭയിൽ ഒരുപാട് വൈദികരും സന്യസ്തരും ആത്മായ ശുശ്രൂഷകളുമൊക്കെ ദൈവകരുണയുടെ ശുശ്രൂഷയ്ക്കായി ഒരുക്കപ്പെടട്ടെ എന്ന് നമുക്ക് ഈ ആരാധനയിൽ ലോകത്തിൻ്റെ പല ഭാഗത്തിലും നമ്മൾ കൂടുമ്പം നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവേ, അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഒരുപാട് യുവജനങ്ങൾ ഇപ്പം ജോലിയും വലിയ ഉദ്യോഗസ്ഥരൊക്കെ ജോലിയൊക്കെ മാറ്റിവെച്ച് അവർ പൗരോഹിത്യ സന്യസ്ത വിളികളൊക്കെ സ്വീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം ഈ പത്രോസിനുണ്ടായ അനുഭവം അല്ലെങ്കിൽ യേശയ്യായ്ക്കുണ്ടായ അനുഭവം കണ്ടു കഴിയുമ്പോൾ നമ്മൾ ആ കരുണയുടെ മഹത്വം തിരിച്ചറിയുമ്പോൾ, ഇത് അറിയാതെ, ഈ കരുണയുടെ മഹത്വം അറിയാതെ അന്ധകാരത്തിൽ കഴിയുന്ന അല്ലെ തിന്മയിൽ ജീവിക്കുന്ന ഈ ലോകത്തോട് നമുക്ക് വിളിച്ചു പറയാൻ ഒന്നേ ഉള്ളൂ: നമ്മുടെ ദൈവം കാരുണ്യവാനാണ്. അതുകൊണ്ടാണ് ഈ കരുണയുടെ ശുശ്രൂഷയ്ക്ക് ഏറ്റവും കൂടുതൽ തടസ്സം, അതായത് പ്രഘോഷിക്കപ്പെടാൻ പിശാച് ഒട്ടും ആഗ്രഹിക്കുന്നില്ല. നല്ല കള്ളൻ്റെയൊക്കെ അനുഭവം നമുക്കറിയാം. നല്ല കള്ളനായ കുരിശിൽ മരിച്ചു അവസാനം പിശാചിന് പോകേണ്ട ഒരു ജീവിതമാണ്. അദ്ദേഹം പറഞ്ഞു, ഈശോയോട് പറഞ്ഞു, പർദീസയിൽ അങ്ങുണ്ടാവുമ്പോൾ എന്നെ ഓർക്കണമേ എന്ന് പറഞ്ഞപ്പോൾ, നാളെ നീ ഇന്ന് എൻ്റെ കൂടെ പർദീസയിലുണ്ടാവും എന്ന് ഈശോ അവനോട് കരുണ കാണിച്ചു. എത്ര മാരകമായ പാപത്തിൽ കഴിയുമ്പോഴും ദൈവകരുണയ്ക്ക് അത് ഇല്ലാതാക്കാൻ സാധിക്കുമെന്ന് നമുക്ക് ബോധ്യമുള്ളവരാകാം. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഫൗസ്റ്റീനയൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. ഫൗസ്റ്റീനയിലൂടെ ഈശോ പറഞ്ഞൊരു കാര്യമാണ്, ലോകത്തിലെ ഏറ്റവും മാരക പാപിക്കാണ് എൻ്റെ കരുണയിൽ ആശ്രയിക്കാൻ ഏറ്റവും യോഗ്യത. ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ നമുക്ക് ഈശോയുടെ സന്നിധിയിൽ എളിമയോടെ ആയിരിക്കാം. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നിരവധിയായ മക്കൾ ഈ കരുണ അനുഭവിക്കാനുള്ള ഒരു കൃപ ഉണ്ടാവട്ടെ, ദൈവകരുണ അവർക്ക് അനുഭവിക്കട്ടെ. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്: ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങേ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. നമുക്കൊരു നിമിഷം ഈശോയുടെ മുമ്പിൽ നമുക്ക് എളിമയോടെ ആയിരിക്കാം. നമുക്ക് ഈശോ നമുക്ക് നൽകുന്ന ഈ കരുണയുടെ ഈ അനുഭവം ഈ ആരാധനയിലൂടെ ലോകമെമ്പാടും പല സ്ഥലത്തുമുള്ള നമുക്ക് ഒരു കൂട്ടായ്മയായി നമ്മൾ ഈ കരുണയുടെ അനുഭവം സ്വന്തമാക്കുമ്പോൾ ഈശോയുടെ മുമ്പിൽ നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. നമുക്കൊരു ഗാനത്തോട് ചേർന്ന് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ, നന്ദി
ദൈവമേ നന്ദി എന്നേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ നന്ദി എന്നേശുപരാ. ഒരു നിമിഷം ദൈവത്തെ ആരാധിച്ച് നമുക്ക് കരുണക്കന്തയിലേക്ക് പ്രവേശിക്കാം. ഹല്ലേലൂയ യേശുവേ, ആരാധന. ഹല്ലേലൂയ യേശുവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവേ, ഈ കരുണയുടെ മണിക്കൂറിൽ കർത്താവേ ഞങ്ങൾ അങ്ങേ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ ഞങ്ങളുടെ എല്ലാ വേദനകളും പ്രയാസങ്ങളും ആകുലതകളും കർത്താവേ സമർപ്പിക്കുന്നു. ഞങ്ങളോട് കൂടെ ആയിരിക്കുന്നവർ, ഞങ്ങളുടെ കുടുംബം, മക്കൾ, മാതാപിതാക്കൾ, ലോകമെമ്പാടും കർത്താവേ കരുണയ്ക്ക് വേണ്ടി യാചിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ യേശുവേ. നമുക്ക് താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ആശീർവാദത്തിനായി നമ്മളെ തന്നെ നമുക്ക് ഒരുക്കാം. ആരാധന 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 യേശുനാഥ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന എന്നുമെന്നും അങ്ങേക്കാരാധന എന്നുമെന്നും അങ്ങേക്കാരാധന.